ഹായ്, നമ്മളിന്ന് പാലക്കാട്ടുള്ള കൊല്ലങ്കോട്ടാണുള്ളത്. വളരെ മനോഹരമായ സ്ഥലം. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. അവിടെ വരുന്നവർ കാണേണ്ട കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. പാലക്കാട് ജില്ലയിലെ കൊടുമ്പയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണാടി അക്വഡേറ്റ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് പാലമാണിത്. 1941 ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ നിർമ്മാണ രീതി വളരെ മനോഹരമാണ്. മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം വിതരണം ചെയ്യുന്ന കരിങ്കരപ്പുള്ളി കനാൽ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് സിനിമകളിൽ ഈ പാലം ലൊക്കേഷനായി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട ഏതെങ്കിലും സിനിമയിൽ ഈ പാലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇവിടെ വരുന്നവരോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇവിടെ വരരുത്. കാരണം കൊയ്ത്ത് കഴിഞ്ഞ പാടവും നല്ല ചൂടുള്ള കാലാവസ്ഥയുമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. കുറച്ചുപേർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ചായ കുടിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി അവിടെ കയറി. ചെല്ലഞ്ചേട്ടൻ്റെ ഭാര്യയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഒരു അടിപൊളി ചായ കിട്ടുന്നു. ചായ കുടിച്ചു, ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. ഇപ്പോഴും സോഷ്യൽ മീഡിയ തരംഗമായിരുന്നു. ഇപ്പോഴും അതേപോലെ തന്നെ ആണ് ആ ഒരു കടയുടെ ഉൾഭാഗമൊക്കെ. 2 ഡെസ്കും ബെഞ്ചും ഉള്ള ഒരു സാധാ ചായപ്പീടിയാണ്. അത് ഇപ്പോഴും അതേപോലെ തന്നെ അവർ ഫേമസ് ആയി കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ നിലനിർത്തി പോരുന്നു. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയ്ക്ക് അടുത്ത് തന്നെ മനോഹരമായ ഒരു കെട്ടിടമുണ്ട്. അത് കൃഷിക്കാർക്ക് സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരിടമാണ്. ഒരു പാറയും അതിന് പിറകിലായി ഒരുപാട് മലനിരകളുമുള്ള ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അടിപൊളി ഭംഗിയാണ് അത് കാണാൻ. നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടുത്തെ പ്രകൃതി ക്ഷേത്രം. പ്രകൃതി ക്ഷേത്രം എന്ന പേര് പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലമാണ്. മരച്ചില്ലകളും വള്ളികളും അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയ ജീവജാലങ്ങളും, ടോട്ടലി ഒരു ശാന്തമായ അന്തരീക്ഷം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കൊല്ലങ്കോടിനടുത്ത് തന്നെയുള്ള ചിങ്ങഞ്ചിറയിലാണ് ഈ മേലേക്കാവ് ഉള്ളത്. വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. ഇവിടെ വരുന്നവർ നിർബന്ധമായും കാണേണ്ട ഒരു ഏരിയയാണ്. പ്രകൃതി കാഴ്ചകൾ മാത്രമല്ല, ഒരുപാട് വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ. വീട് ലബ്ധിക്കായി വീടിൻ്റെ മാതൃക, സന്താനലബ്ധിക്കായി തൊട്ടിലിൻ്റെ മാതൃക വിശ്വാസികൾ ഒരുപാട് ഇവിടെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഇത്തരം കാവുകളും ക്ഷേത്രങ്ങളും കാടും മരങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിശ്വാസവും ആചാരവും നിലനിർത്തുന്ന നന്മയുള്ള ഗ്രാമവാസികൾക്ക് സ്നേഹം അടയാളപ്പെടുത്തട്ടെ. കളിയാട്ടം, ഒടിയൻ എന്നീ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് ഈ പ്രകൃതി ക്ഷേത്രം. കൊല്ലങ്കോടിൻ്റെ ഭംഗി വയലുകളിലാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടമാണെങ്കിലും വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരാണെങ്കിലും അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. കൊല്ലങ്കോട് വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നെൽപ്പാടം പച്ചപ്പായി നിൽക്കുമ്പോഴാണ് കൊല്ലങ്കോട് ഏറെ ഭംഗിയാവുന്നത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.
കൊല്ലങ്കോടുള്ള മറ്റൊരു കാണേണ്ട സ്ഥലമാണ് സീതാർകുണ്ട്. പുരാണത്തിലെ സീതയുമായി ഈ പ്രദേശത്തിന് ബന്ധമുണ്ടെന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നുണ്ട്. സീതാർകുണ്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ കൊല്ലങ്കോടിനോട് വിട പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് തന്നും കമൻറ്റ് തന്നും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.